നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? പലപ്പോഴും നമ്മൾ അതിന്റെ ഉത്തരം പുറത്താണ് തിരയുന്നത്, അല്ലേ? പക്ഷേ ശരിക്കും ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നിസ്വാർത്ഥമായ സേവനവും ആത്മീയമായ വളർച്ചയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈയൊരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്താണ് ഈ യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത്? അത് പണമാണോ, പ്രശസ്തിയാണോ, അതോ ഇതിനെല്ലാം അപ്പുറത്തുള്ള മറ്റെന്തെങ്കിലുമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു യാത്ര. നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഒറ്റപ്പെട്ട ജീവിതം, വിശാലമായ ലോകം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാർത്ഥതയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതവും പരോപകാരത്തിന്റെ വിശാലമായ ലോകവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വാർത്ഥത നമ്മളെ എത്രമാത്രം ചെറിയൊരു ലോകത്ത് തളച്ചിടുന്നുണ്ട്, അല്ലേ? നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് ചുറ്റും ഒരു മതില് പണിയുന്നത് പോലെയാണ്. എന്നാൽ എപ്പോഴാണോ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നത്, ആ നിമിഷം അതിരുകളില്ലാത്ത ഒരു വലിയ ലോകത്തേക്കുള്ള വാതിലാണ് നമ്മൾ തുറക്കുന്നത്. ഈയൊരു ഉപമ എത്രത്തോളം ശക്തമാണെന്ന് നോക്കിക്കേ. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത് അഴുക്കിൽ കിടക്കുന്ന ഒരു പുഴുവിനെ പോലെയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴോ നമ്മൾ പൂന്തേൻ നുകർന്ന് പറന്നുയരുന്ന ഒരു ചിത്രശലഭത്തെ പോലെയാകുന്നു. ആ യഥാർത്ഥ ആനന്ദം ആ ഒരു തിരഞ്ഞെടുപ്പിലാണിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന വലിയ തത്വങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ആദ്യം പ്രാവർത്തികമാക്കേണ്ടത്? മറ്റെവിടെയുമല്ല, നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ തന്നെ. ഒരു വീടിനെ എങ്ങനെ സ്വർഗമാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാലേ, വീട്ടിലെ മിക്ക പ്രശ്നങ്ങളുടെയും സ്വരച്ചേർച്ചയില്ലായ്മയുടെയും പ്രധാന കാരണം ഈ സ്വാർത്ഥതയാണ്. ഓരോരുത്തരും സ്വന്തം ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും മാത്രം മുൻഗണന നൽകുമ്പോൾ, ഞാൻ എനിക്ക് എന്ന ചിന്തകൾ ഒരു കുടുംബത്തിന്റെ സന്തോഷത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും. പക്ഷേ ഇതിന് വളരെ ലളിതമായൊരു പരിഹാരമുണ്ട്. ത്യാഗത്തിന്റെയും പരസ്പര പരിഗണനയുടെയും ചെറിയ ചെറിയ പ്രവൃത്തികൾക്ക് പോലും ഒരു വീടിന്റെ അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിക്കാൻ സാധിക്കും. എവിടെയാണോ ഞാൻ എന്ന വാക്കിനു പകരം നമ്മൾ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്, അവിടെ വീടൊരു സ്വർഗമായി മാറും. ഉറപ്പാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്കും പുരാണങ്ങളിലേക്കുമൊക്കെ ഒന്ന് കഞ്ഞോടിക്കാം. നിസ്വാർത്ഥ സേവനത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകളായി ജീവിച്ച ചില മഹത് വ്യക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മഹർഷി ദധീച്ചിയുടെ ത്യാഗത്തിന്റെ കഥയൊന്ന് ഓർത്തുനോക്കൂ. ലോകത്തിന്റെ നന്മയ്ക്കുവേണ്ടി ഒരു ആയുധമുണ്ടാക്കാൻ ദേവന്മാർക്ക് അദ്ദേഹത്തിന്റെ അസ്ഥികൾ വേണമായിരുന്നു. ഒരു നിമിഷം പോലും അദ്ദേഹം രണ്ടാമതൊന്നും ആലോചിച്ചില്ല. സ്വന്തം ശരീരം തന്നെ ലോകനന്മയ്ക്കായി ദാനം ചെയ്തു. മറ്റുള്ളവർക്കു വേണ്ടി നമുക്ക് എത്രത്തോളം ത്യജിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതുപോലെ തന്നെയല്ലേ ദാനവീരനായ കർണന്റെ കഥയും? തന്നോട് ആര് എന്ത് സഹായം ചോദിച്ചാലും അദ്ദേഹം അത് നൽകുമായിരുന്നു. അത് സ്വന്തം ജീവന് തന്നെ ആപത്താണെന്ന് അറിഞ്ഞിട്ടുപോലും അദ്ദേഹം പിന്നോട്ടു പോയില്ല. കാരണം വ്യക്തിപരമായ നഷ്ടങ്ങളായിരുന്നില്ല, നൽകുക എന്ന ധർമ്മമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലുത്. അപ്പോ ഈ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പാഠമെന്താണ്? വളരെ ലളിതമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് ഏറ്റവും വലിയ ധർമ്മം. മറ്റൊരാളുടെ കണ്ണീരൊപ്പുന്നതിലാണ് യഥാർത്ഥ ആത്മീയതയുടെ കാതൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മാറി നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാലോ? നിസ്വാർത്ഥതയുടെ ഏറ്റവും വലിയ പാഠങ്ങൾ ഒരുപക്ഷെ നമുക്ക് അവിടെയായിരിക്കും കാണാൻ കഴിയുക. സൂര്യൻ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വെളിച്ചം നൽകുന്നു. നദികൾ എല്ലാവരുടെയും ദാഹം ശമിപ്പിക്കാനായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മരങ്ങളോ ആർക്കു വേണ്ടിയും ഫലങ്ങൾ നൽകുന്നു. ഇവരൊന്നും തിരിച്ച് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. നിസ്വാർത്ഥ സേവനത്തിന്റെ ഏറ്റവും വലിയ അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ നിസ്വാർത്ഥതയുടെ ഏറ്റവും വലിയ പാഠപുസ്തകം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്താ? ഒന്ന് കണ്ണു തുറന്നു നോക്കുക, അത്രമാത്രം. ആ വലിയ പുസ്തകത്തിലെ പാഠങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. എന്താണ് ശരിക്കും ഈ ആത്മീയ പക്വതയെന്ന് പറയുന്നത്? അതിന്റെ യഥാർത്ഥ അടയാളം എന്താണ്? ഒരു മരത്തിന്റെ ഉപമയിലൂടെ നമുക്കിത് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഒരു മരം വളർന്ന് വലുതായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി തണലും ഫലങ്ങളും നൽകി തുടങ്ങും, അല്ലേ? അതുപോലെയാണ് ആത്മീയമായി പക്വത വന്ന ഒരാളും. അയാൾ വാങ്ങുന്ന ഒരാളിൽ നിന്ന് കൊടുക്കുന്ന ഒരാളായി സ്വയം മാറും. അതൊരു നിർബന്ധത മാറ്റമല്ല, സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഒന്നോർക്കുക, പക്വത വന്ന ഒരു ആത്മാവിന്റെ യഥാർത്ഥ അളവുകോലെന്ന് പറയുന്നത് പരോപകാരമാണ്. നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നമ്മൾ അളക്കേണ്ടത് നമുക്കെന്ത് കിട്ടി എന്ന് നോക്കിയല്ല, മറിച്ച്
നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് നൽകിയെന്ന് നോക്കിയാണ്. അവസാനമായി പോകുന്നതിനു മുൻപ് നമുക്കോരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാനായി ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതം ആർക്കാണ് തണലേകുന്നത്? ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഈ ചിന്തയോടൊപ്പം ഇന്നത്തേക്ക് വിടാം. നന്ദി.